தூயி எம்புரான். നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ഒട്ടുമിക്ക പേരും അദ്ദേഹത്തെ സിനിമയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുക ചില സിനിമകളിൽ, കിലുക്കം ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഒരു ക്യാമിയോ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ്. പിന്നെ സിനിമ ആസ്വാദകരായ ഓരോരുത്തരും തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആരാണെന്ന്. പിന്നെ ലാൽ സാറിലേക്ക് എത്താനുള്ള വഴിയായി അദ്ദേഹം, പിന്നെ ലാൽ സാറിലേക്ക് കഥ കേൾക്കാനുള്ള വഴി, അങ്ങനെ ശരിക്കും കണക്ഷൻസ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഓരോ ലാൽ സാർ ആരാധകനും അദ്ദേഹത്തോടുണ്ട്. ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എത്ര തിരക്കഥാകൃത്തുകൾ, റൈറ്റേഴ്സ് എല്ലാവരും അദ്ദേഹത്തെ കാണാനെത്തുന്ന ഒരു കാലം. അതിനുശേഷം 25 വർഷങ്ങൾക്ക് മുമ്പ് 2000 നരസിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ഇപ്പോൾ 34ഓളം സിനിമകൾ ചെയ്ത് മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ മാറ്റുരയ്ക്കുന്ന ബ്രാൻഡായി, പ്രൊഡക്ഷൻ ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ആ ബ്രാൻഡിന്റെ പേര് ആശീർവാദ് സിനിമാസ്. ആ ബ്രാൻഡ് ഓണറുടെ പേര് ആന്റണി പെരുമ്പാവൂർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, റൗണ്ട് ഓഫ് അപ്ലോസ്, ഗംഭീര കൈയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ വേദിയിലേക്ക്. സന്തോഷം. ഞാൻ ആദ്യം ഒന്ന് സംസാരിച്ച് പോയതാണ്. അത് ആശീർവാദ് സിനിമാസിൻ്റെ 25ാമത്തെ വർഷമാണ്. 25 വർഷം തികയുന്ന ദിവസമാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജനുവരി 26 ചേച്ചി പറഞ്ഞതുപോലെ ഒരു അത്ഭുതം നടന്നു. മോഹൻലാൽ സാറും ആശീർവാദും നമ്മളെ കുടുംബം ഒന്നായിട്ട്. ആ അത്ഭുതത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രവുമായിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും അതിലെല്ലാം സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ശരിക്കും സിനിമ, നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ മനസ്സിൽ ഈ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരു ആരാധകനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ആരാധകന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല, പക്ഷെ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് സിനിമ നിർമ്മിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഷാജിയേട്ടനൊക്കെ ആയിട്ട് ഈ നരസിംഹത്തിൻ്റെ പല ഡിസ്കഷൻ, രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാൽ സാറിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഷാജിയേട്ടനെ കുറിച്ച്. നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊതിച്ച് നരസിംഹത്തിനകത്ത് വരികയും പല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് സ്വീകരിക്കുകയൊക്കെ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഷാജിയേട്ടനൊക്കെ അത് നമ്മുടെ ഒരു വർത്തമാനങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ച് ഇന്നും ആ അത്ഭുതം നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരു അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുകയും അങ്ങനെയുള്ള സിനിമകളിലൂടെ യാത്രയും ഒക്കെ ചെയ്ത് പോകുമ്പോഴാണ് നരനുണ്ടായി, അങ്ങനെ കുറേ സിനിമകൾ ജോർജ് സാറുമായിട്ട് ചേർന്നുണ്ടായി. പക്ഷേ ലൂസിഫറിലോട്ട് വന്നപ്പോൾ നമുക്ക് തോന്നി, എനിക്ക് രാജുവുമായിട്ട് സിനിമ ചെയ്യുമ്പോൾ, ഞാനിത് സത്യം പറയുകയാണ് കേട്ടോ, കാരണം ഈ സദസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. രാജുവുമായിട്ട് സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചിലവൊക്കെ കൂടുന്ന ആളാണ്, പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ശരിക്കും ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എപ്പോഴും ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ടൊന്നും വേണ്ട. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം, എപ്പോഴും സന്തോഷത്തോടെ നിന്ന്. അപ്പം ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിൻ്റെ അടുത്ത് അണ്ണൻ മുമ്പ് പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷെ ആ പുറകെ നിൽപ്പ് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിൽ പോയി. പക്ഷെ ദൈവം ഒരുപാട് ഭാഗ്യം തന്നു. ആ ഭാഗ്യം തന്നതിന് ശേഷം എന്താ പറയുക, അപ്പം ഞാൻ ഇടയ്ക്ക് മുരളിച്ചേൻ്റെ അടുത്ത് ചോദിക്കും, ഈ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടക്കും, എന്തോ എഴുതി വച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ രാജുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും, എന്നെ നോക്കിക്കോളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ സുപ്രിയയെക്കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. ആൻ്റണി,
2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും, അക്കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെന്ന് പറയും.